അത് സെറ്റപ്പാണ് അത്. അപ്പൊ അടിയിൽ നിന്ന് തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറഞ്ഞത് 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പറയണത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ ട്രോളുകൾ വന്നിട്ടുണ്ട്, പക്ഷെ കള്ളെന്നുള്ള പേര് മാത്രം വന്നിട്ടില്ല. ആ ചെയ്ത ഒരേ ഒരു തെറ്റ് ഈ എടുക്കാൻ പറഞ്ഞ ആൾക്കാരൊന്നും എന്താണ് പുറത്തോട്ട് പറയാത്തത്? അവിടെ ഉള്ള ആൾക്കാർ എന്താണ് ഇപ്പൊ കുഞ്ഞാൻ ചെയ്തതിനെ പറ്റി എന്താ പറയാത്തത്? അവിടുത്തെ ആൾക്കാർ നമുക്ക് ഇതുവരെ കുഞ്ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട്, പക്ഷെ ഈ താഴേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ട് താഴേന്ന് എടുക്കുന്നതെന്നുള്ളൊരു ചോദ്യം. ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്, അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ച സംഭവം അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരു സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മൾക്ക് പോകുന്നത്. എന്തായാലും എന്തായാലും പോലെ കുറച്ച് നമുക്ക് തന്നെ സംഭവം തന്നെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ ഒന്നും നമ്മൾ പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാട്ടിൽ വീടും കാര്യങ്ങളുണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക ഉദ്ദേശിച്ച് ചെയ്ത പരിപാടിയാണ്. ലക്കി ഡ്രോ എന്ന് പറഞ്ഞ പേരിൽ കുറേയധികം പേരെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം മൊത്തം കള്ളിയും വെളിയിലായപ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ടുള്ള നാടകവും ഞങ്ങളൊന്നും പറ്റിച്ചിട്ടില്ല, നിങ്ങൾക്ക് തോന്നിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിലുള്ള ആൾക്കാർ അതിൻ്റെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നടത്തിയ ആൾക്കാരും അത് എടുത്ത ഒരു കുഞ്ഞൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം പുള്ളിക്കാരനെ ഒന്നും കാണാനില്ല. ന്യായീകരണമായിട്ടൊക്കെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്, അങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു കാര്യമൊക്കെ. പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ ഒരു പുള്ളിക്കാരനൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഇവർ ഈ ഒരു സംഘാടകർക്ക് തന്നെ ഇത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നടത്തി അവരുടെ ബന്ധുക്കൾ തന്നെ അങ്ങോട്ട് ഫ്രണ്ട്സോ അവരെ കളിയന്മാർ അങ്ങനെയുള്ളവരെ കൂപ്പിടായിട്ട് വെച്ചിട്ട് അവർക്ക് തന്നെ അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ബാക്കിയുള്ളവർ പൈസ ഇട്ട് ആ കൂപ്പൺ വാങ്ങിച്ചവരൊക്കെ മണ്ടന്മാർ. അവർ വിചാരിച്ച് എല്ലാവരെയും അങ്ങ് പറ്റിക്കാൻ പറ്റിയവരൊന്നും മനസ്സിലാക്കത്തില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ അവർക്ക് അറിയത്തില്ല എന്നുള്ളൊരു കാര്യമാണ് തോന്നുന്നത്. അവർ അങ്ങനെയൊന്നും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അഥവാ വലിയ രീതിയിൽ അവർ പറ്റിച്ചു എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് എല്ലാം വെളിയിൽ വന്നത്. പ്രത്യേകിച്ച് കുഞ്ഞൻ ആ ഒരു സമയത്ത് ആ ഒരു നറുക്കെടുക്കാൻ വേണ്ടി കൈ അകത്തേക്ക് ഇടുന്നു വിട്ടതിന് ശേഷം കുറേയധികം നേരെ എന്ത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് അടിയിലാണ് കൊണ്ട് വെച്ചേക്കുന്നത്. അതിൽ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അവിടെ അത് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. പുള്ളിക്കാരൻ കുറേയധികം നേരെ തപ്പുവാണ് എവിടെയാണ് ഒട്ടിയിരിക്കുന്നതെന്ന്. അത് കണ്ടത് ഉടനെ തന്നെ അത് വലിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കളിച്ച നാടകമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇവർക്കെതിരെ കേസ് ഉടനെ എടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു പറ്റിപ്പാണ്. കുറേയധികം ആൾക്കാർ സഹായിക്കാനുള്ള പേരിലുണ്ടെങ്കിൽ ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറേയധികം ക്യാഷ് അതിൽ മുടക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ കാശ് ഉമ്മാർ പറ്റിച്ചതാണ്. അതിനുള്ള കറക്റ്റായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.